ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കടലപ്പൊടിയും തേങ്ങയും ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 3/4 കപ്പ് നെയ്യ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വറുത്ത റവ, പിന്നെ ഒരു 1/4 കപ്പ് ബദാമും പിസ്തയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സും തേങ്ങയും കൂടി ചേർത്ത് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം. നമ്മൾ ഇതേ പാത്രത്തിൽ തന്നെയാണ് ഇത് വെക്കുന്നതെങ്കിൽ തണുക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാലും മതിയാവും. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ചെറിയ തീയിൽ വെച്ച് കടലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഒരു ഇളം ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. അതുപോലെ തന്നെ ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ വേണ്ടിവരും ഇതൊന്ന് റെഡിയാക്കിയിട്ട്. പിന്നെ നിങ്ങൾ വെക്കുന്ന ഫ്ലെയിമിനനുസരിച്ചിട്ട് സമയത്തിൽ വ്യത്യാസം വരാം. എന്തായാലും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു ഇളം ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ വേണം ഇതൊന്ന് കുക്ക് ചെയ്യാൻ. ഇപ്പോൾ കടലമാവ് നെയ്യൊക്കെയായി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ട പിടിച്ചതുപോലെയാണുള്ളത്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ കട്ടയൊക്കെ പോയി മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളിത് ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടെക്സ്ചർ മാറി മാറി വരുന്നുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ട് സോഫ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവ് നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി ഇതിൽ നിന്ന് എണ്ണയൊക്കെ പുറത്തേക്ക് വന്ന് മാവ് നല്ലപോലെ ലൂസായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 24 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെക്കുന്ന ഫ്ലെയിമിനനുസരിച്ചിട്ട് സമയത്തിൽ വ്യത്യാസം വരാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും നട്ട്സും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് നിന്നും മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറയുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പഞ്ചസാരയൊക്കെ ചേർക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇതുപോലെ മുഴുവൻ പഞ്ചസാരയും ഒന്നിച്ച് ചേർത്ത് കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ മധുരം നോക്കിയിട്ട് കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം. ഒരു ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ലഡുവും റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബേസൻ കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണിത്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. നമ്മളിതിൽ കുറച്ച് കൂടുതൽ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റവയും തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ടും ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.